നിങ്ങൾ ഈ കാണുന്ന തക്കാളി എന്തൊക്കെ അത്ഭുത ഗുണങ്ങളുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയും. ഇപ്പം നിങ്ങൾ സിമ്പിളായിട്ട് എടുത്ത് കളയും ഈ തക്കാളിയിൽ വലിയ ഗുണങ്ങളൊന്നുമില്ല, നമ്മൾ എല്ലാ ദിവസവും കാണുന്ന സാധനമല്ല ഈ തക്കാളി എന്ന് നിങ്ങൾ വിചാരിക്കും. ഈ തക്കാളിയിൽ ഒന്നുമില്ലേ, അല്ലെങ്കിൽ ഈ തക്കാളി നിങ്ങൾ കത്രി കണ്ടിട്ടൊന്നും വിചാരിക്കേണ്ട കേട്ടോ. ഈ കത്രിക എന്ന് പറയുന്നത് നമുക്കിങ്ങനെ മീശ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് വിട്ടേര്. ഓക്കെ, അപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കണ്ടാലെന്ന് വെച്ചാൽ മതിയാണ്, അത് പോട്ടെ. അപ്പം ഈ തക്കാളിയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഈ തക്കാളിയിൽ എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാൻസറിനെ വരെ തടുക്കാൻ ശക്തിയുള്ള ഒരു സാധനമാണ് ഈ കുഞ്ഞൻ തക്കാളി എന്ന് വേണമെങ്കിൽ പറയാം. ഈ തക്കാളിക്കകത്തുള്ള ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള കണ്ടൻസ് ഭയങ്കരമായിട്ട് നമ്മുടെ ഹെൽത്തിന് ഉപകാരപ്രദമായിട്ടുള്ള ഒരു 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 ഫ്രൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം, പച്ചക്കറി എന്ന് വേണമെങ്കിലും പറയാം. ഇത് പച്ചക്കാണ് ഞാൻ കഴിക്കാറ്. ഇതും കുക്കുംബർ, ക്യാരറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ പച്ചക്കെടുത്ത് കഴിക്കാറുണ്ട്. ഞാൻ അത് കഴിച്ചതിന് മാത്രം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ബേസിലാണ് ഞാനിപ്പം ഈ വീഡിയോ ചെയ്യുന്നത്. കൊളസ്ട്രോൾ ചെറുതായിട്ട് നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇതിലൊരെണ്ണം എല്ലാ ദിവസവും കഴിക്കുകയാണെന്നെങ്കിൽ വളരെ വളരെ സൂപ്പറായിരിക്കും, വളരെ നല്ലതായിരിക്കും. ഡോക്ടർമാർ വരെ പറയുന്നൊരു കാര്യമാണ് തക്കാളി കഴിക്കണം എന്നുള്ള കാര്യം. പക്ഷേ എല്ലാവരും പൊതുവേ പറഞ്ഞു വെച്ചേക്കുന്നൊരു കാര്യമുണ്ട്, തക്കാളി നിങ്ങൾ കഴിക്കരുത്. തക്കാളി കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂറിൻ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് വരും, മൂത്രത്തിൽ കല്ല് വരും, സ്റ്റോൺ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ സംഭവങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ചില ആൾക്കാർക്ക്, 100-ൽ ഒരു 20% ആൾക്കാർക്ക്, മൂത്രത്തിൽ കല്ലുള്ള ആൾക്കാർക്ക് സ്ഥിരമായിട്ട് ഇത് കഴിച്ച് കഴിഞ്ഞാൽ ചെറിയ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ സാധനം 80% ആൾക്കാർക്കും ഒരു പ്രശ്നവും വരില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. പക്ഷേ നിങ്ങളത് ഡെയിലി ഒന്ന് കഴിച്ചു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫേസൊക്കെ ഒന്ന് ഗ്ലോ ആവാനും ഒക്കെ ആയിട്ട് നമുക്കിത് സൂപ്പർ സാധനമാണ് ഈ തക്കാളി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇതിൻ്റെ ഉള്ള പൾപ്പ് നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് മോയ്സ്ചറൈസറായിട്ട് മുഖം ഉണങ്ങുന്ന ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മുഖത്ത് പുരട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖം ഒരു ഗ്ലോ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ നമ്മുടെ പപ്പായ, അതുപോലൊക്കെയുള്ള ഓറഞ്ചിൻ്റെ തൊലി ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഉണങ്ങിയിട്ട് പൊടിച്ചിട്ട് മുഖത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖത്തിന് ഭംഗി കൂടാൻ നല്ലതാണ്. മുഖത്ത് നമുക്ക് നല്ല ഒരു ഗ്ലോ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് വേറെ പൊടികൾ കാര്യങ്ങളൊന്നും മേടിക്കേണ്ട. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കുറച്ച് പച്ചക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മുഖം നല്ല ക്ലീൻ ആക്കാൻ പറ്റും. അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ മുഖത്ത് വരുന്ന ഈ കുരുവില്ലേ, കുരുവൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ തക്കാളിയുടെ ഇത് കട്ട് ചെയ്തിട്ട് സെൻറ്റർ ഭാഗത്ത് വെച്ച് കട്ട് ചെയ്തിട്ട് മുഖത്ത് വെച്ച് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്ക്രബ്ബറായിട്ടും ഇത് യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് പച്ചക്കാണ് കഴിക്കുന്നത്. ഈ പഴുത്ത തക്കാളിയാണെങ്കിൽ, പച്ചക്കല്ല പഴുത്ത തക്കാളി ഡെയിലി ഒരെണ്ണം വെച്ച് കഴിക്കും. എനിക്ക് നല്ല കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ 230 സംതിങ് കൊളസ്ട്രോൾ ഉണ്ടാകുന്നത്. നോർമൽ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ 200ആണ്. ഇപ്പം ഒരു 1-2 ആഴ്ചയായിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട്. അപ്പം എനിക്ക് അതൊന്ന് ലെവലായി കിട്ടി. ചിലപ്പോൾ ഇച്ചിരി ക്ഷീണം തോന്നാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഇത്രയും നാളും നമ്മൾ ഓരോ ഫുഡൊക്കെ കഴിച്ചിട്ട്, കിട്ടുന്ന ഫുഡെല്ലാം വാരി വലിച്ച് കഴിച്ചിട്ട് പെട്ടെന്ന് പച്ചക്കറിയിലേക്ക് മാറുമ്പോൾ നമുക്കതൊരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചെറിയൊരു ക്ഷീണിച്ച കണക്കൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ ഹെൽത്ത് സംബന്ധമായിട്ട് നല്ല ബെറ്റർ ആയിരിക്കും നമുക്ക് പച്ചക്കറി കഴിച്ചു കഴിഞ്ഞാൽ. നമ്മൾ പച്ചയ്ക്ക് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത് പിന്നെ നമ്മുടെ ഈ ഇല ഐറ്റംസ്, ഇലക്കറികൾ അല്ലെങ്കിൽ ഇലത്തോരനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ശ്രമിക്കുക. കൊളസ്ട്രോൾ മാറി നിൽക്കും. കാരണം വെണ്ടയ്ക്ക, വഴുതനങ്ങ, ക്യാരറ്റ്, ക്യാബേജ് എന്നീ പച്ചക്കറി ഐറ്റംസ് നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഏറ്റവും ബെറ്റർ ഓപ്ഷൻസാണ്. കൂട്ടത്തിൽ തക്കാളി, പിന്നെ കുക്കുംബർ. വെള്ളം കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ പച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഫൈബർ കണ്ടൻസ് ഉള്ള പച്ചക്കറികൾ കൂടുതലായിട്ട് കഴിക്കാൻ നോക്കുക. നമുക്ക് ഹെൽത്ത് ഓക്കെ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം ഞാനിത് ഒന്ന് കഴിക്കാനെടുത്താണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ഫേസ് സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യും. ഇതൊരിക്കലും ഒരു മോശം പച്ചക്കറിയല്ല, നിങ്ങളങ്ങനെ കാണരുത്. അപ്പം നിങ്ങൾ കൊളസ്ട്രോളിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തക്കാളി വെച്ച് ഡെയിലി കഴിക്കുക. പിന്നെ ക്യാൻസർ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇത് കുറേ കഴിച്ചു കഴിഞ്ഞാൽ വരത്തില്ല എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ട പോണക്ക് തന്നെ ഇതിൻ്റെ താഴെ വീഡിയോസ് കിടപ്പുണ്ട്. ക്യാരറ്റ്, അതുപോലൊക്കെ തന്നെ കുക്കുംബറൊക്കെ കഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയൊരു ഐറ്റമാണ് ഈ തക്കാളി. അപ്പം ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതെടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഡെയിലി ഒരു തക്കാളി വെച്ച് നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഹെൽത്തിൽ ബെനിഫിറ്റ് നിങ്ങൾക്ക് കണ്ടു തുടങ്ങും. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ദിവസം ഒരു തക്കാളിയെങ്കിലും കറിയിലോ അല്ലെന്നുണ്ടെങ്കിൽ പച്ചക്കോ അങ്ങനെയെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതിൻ്റെ അത്ഭുത ഗുണമെന്നാൽ വലിയ അത്ഭുത ഗുണമൊന്നുമില്ല, പക്ഷേ നമുക്ക് ഹെൽത്തിന് എപ്പോഴും ബെറ്റർ ആയിരിക്കും. നിങ്ങളും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടത്.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ഇതൊക്കെ ഇതിൽ വേണ്ടതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.